എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇപ്പോൾ പ്രഖ്യാപിക്കും. അതിനേക്കാളും മുമ്പ് എനിക്ക് രാജിവെക്കല്ലേ? പാർട്ടിയിൽ നിന്നല്ല, അതില്ല. ഞാൻ എൻ്റെ ചുമതലയിൽ നിന്ന് രാജിവെച്ചു. മണ്ഡലം കമ്മിറ്റി അല്ല, അത് സത്യസന്ധത ജനങ്ങളുടെ മുമ്പിൽ പറയലാണ്. ഒരു പ്രതികാരമൊന്നുമില്ല. ജനങ്ങളുമാകുന്ന കാര്യങ്ങൾ പറഞ്ഞ് വികസന രംഗത്ത് മാതൃകമായ പോകുന്നതിൽ തടസ്സം നിൽക്കുന്നവർക്കെതിരായി പറയുന്ന ഇതാണ്. ഇതൊരു വികാരമൊന്നല്ല, വേറെ വികാരമൊന്നല്ല, പ്രതിഷേധമല്ല. ഇത് തള്ളി പറയുന്നത് സത്യമാണ്. തള്ളി പറഞ്ഞ വാചകമൊന്നുമല്ല ഇത് സത്യം. വേറെ കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി വരുന്ന ക്യാമ്പയിനിലൊക്കെ, തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലൊക്കെ അതിപ്പോ പറയുന്നില്ല. ആ സമയം എനിക്കുണ്ട്, ഇനിയുണ്ട്. എന്നെ വിമർശിക്കുന്ന ആൾക്കാരൊക്കെ പൊതുവേദിയിൽ വരും. അവർക്കെതിരായി പേരെടുത്തുകൊണ്ട് ഞാൻ അത് വിമർശിക്കും. ഒരു ചെറിയൊരു ചോദ്യം, മുൻ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്തിക്കാടൻ കോക്കസ് ആണ് ഇതിന്റെ പിന്നിൽ. അങ്ങനെ കോക്കസ് എന്ന് പറഞ്ഞ കുറെ കോക്കസ് ഉണ്ട്. അവരെ ആശ്രയിക്കുന്ന ഒരുപാട് കോക്കസ് ഉണ്ട്. അതൊക്കെ മൂന്നേട്ടന്റെ സത്യവും നീതിയും പാർട്ടി അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, അംഗീകരിക്കുന്നില്ല. സത്യവും നീതിയും പാർട്ടി അംഗീകരിക്കുന്നില്ല. ഇല്ല, അതുകൊണ്ടല്ല ഇങ്ങനെ വന്നത്. ഇതൊരു പേയ്മെന്റ് സീറ്റാണോ? ഇപ്പൊ എന്റെ മനസ്സിൽ ഇത് പേയ്മെന്റ് സീറ്റാണ്. അത് നിങ്ങളോട് പറയണ്ടായ കാലത്ത് നിങ്ങളൊക്കെ എന്റെ അടുത്ത് വന്നതാണ്. എന്നെക്കാളും കൂടുതൽ താല്പര്യം കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്, സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന ആൾക്കാരെ കൂടെ നിൽക്കുന്നത്. എന്നോട് താല്പര്യമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ട് തർക്കം? ശത്രുവല്ലാത്ത സഹാവായി സംസാരിക്കുമെന്നാണ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി. ശത്രുവായി ആളാ മുമ്പ് എൻ്റെ അടുത്ത് എങ്ങനെയാണ് പറഞ്ഞത്? ഈ പാർട്ടിയുടെ വിഷയം നമ്മുടെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ തന്നെയാണ് പറഞ്ഞത്. എല്ലാ പ്രശ്നവും ഭരിച്ച് മുന്നോട്ട് പോകും. ജില്ലാ സമ്മേളനം കഴിഞ്ഞ ഡേറ്റ് നിങ്ങൾക്ക് അറിയാലോ, കഴിഞ്ഞു. സ്റ്റേറ്റ് സമ്മേളനം കഴിഞ്ഞു, ദേശീയ സമ്മേളനം ഇതൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും മുകുന്ദനെ സഹായിക്കും എന്ന് പറയാം. അത് എൻ്റെ സ്വഭാവം, നിങ്ങളുടെ സ്വഭാവം ഒന്നാണല്ലോ. എന്നാലും പറയുമ്പോൾ ചോദിച്ചു പറയണ്ടേ? അടങ്ങാണ്. ഞാൻ എൻ്റെ ചുമതലസ്ഥാനം ഉണ്ടാകുന്നത് മണ്ഡലം കമ്മിറ്റി അംഗമാണ്. അത് ഇന്നലെ രാജിവെച്ചു. അൽമൽസ്ഥാനം ഇപ്പൊ എന്റെ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അതും രാജിവെക്കും. വെക്കണം. തെരഞ്ഞെടുപ്പ് മത്സരിക്കണം. ഇപ്പൊ ഈ ഞാൻ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ വിമർശനമായി വന്നതിന് ശേഷം എന്നെ സമ്മേളനത്തിൽ നിന്ന് പ്ലാൻ ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം എന്നെ ഈ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അതിന് ശേഷമാണ് ഈ അപകടങ്ങളൊക്കെ നമ്മുടെ മേഖലയിൽ ഉണ്ടാവുന്നത്. അല്ല, അതിപ്പോ ഒഴിവായി. ഈ ഘട്ടം വരെ പാർട്ടിയുടെ ഒരു നേതാക്കളും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്. എല്ലാം ബന്ധപ്പെട്ടിട്ടില്ല. സ്റ്റേറ്റ് സെക്രട്ടറിയുടെ വാക്ക് വെറും പൊള്ളയായ വാഗ്ദാനം അങ്ങനെ ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണ്, ഞാൻ വരുമ്പോൾ നമ്മൾ സംസാരിച്ച് മുന്നോട്ട് പോകാമല്ലോ. പക്ഷെ ഇത് പറയാനുള്ള കാരണം എന്താ? ഇപ്പൊ ഞാൻ നിങ്ങളോട് വിമർശനം നടത്തി കാര്യങ്ങൾ പറഞ്ഞാൽ ഉടനടി നാളെ എന്നെ പാർട്ടി ഈ പറഞ്ഞ ചുമതല നിന്ന് രാജിവെക്കും. പാർട്ടി ഇപ്പോൾ 2 മണിക്ക് 3 മണിക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പങ്കെടുക്കുന്നതുണ്ട്. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇപ്പോൾ പ്രഖ്യാപിക്കും. അതിനേക്കാളും മുമ്പ് എനിക്ക് രാജിവെക്കല്ലേ? പാർട്ടിയിൽ നിന്നല്ല, അതില്ല. ഞാൻ എൻ്റെ ചുമതലയിൽ നിന്ന് രാജിവെച്ചു. മണ്ഡലം കമ്മിറ്റി അംഗമാണ്. മറ്റേ യുഡിഎഫിന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒരു മാറ്റവും അക്കാര്യത്തിൽ ഒരു ചർച്ചയ്ക്കും ഒരു ഭേദഗതിയുടെ ആവശ്യമില്ലല്ലോ. മുന്നോട്ട് പോകാണ്.